അനശ്വരകവി വയലാർ രാമവർമ്മയുടെ ജന്മദിനം ആരാധകർ ആചരിച്ചു. വയലാർ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചേർന്ന ജന്മദിന സമ്മേളനം മാധ്യമപ്രവർത്തകൻ വയലാർ അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. അനശ്വരകവി വയലാർ രാമവർമ്മയുടെ ജന്മദിനം ആരാധകർ ആചരിച്ചു. വയലാർ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ജന്മദിന സമ്മേളനം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ പ്രസിഡന്റ് ടി.പി. സുന്ദരേശൻ അധ്യക്ഷനായി. ജോസഫ് മാരാരിക്കുളം, ആർ. സബീഷ് മണവേലി, ടി.വി. ഹരികുമാർ കണിച്ചുകുളങ്ങര എന്നിവർ സംസാരിച്ചു. വയലാർ ഫാൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കരപ്പുറം രാജശേഖരൻ സ്വാഗതവും സാബു വടക്കേരി നന്ദിയും പറഞ്ഞു. സമാനതകളില്ലാത്ത കലാകാരൻ എന്ന് പറയാം. കാരണം ഒന്നും കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അതൊരു മഹാത്ഭുതമാണ്. എൻ്റെ നാട്ടുകാരനെ വേണ്ടി മാത്രം പറയല്ല, മഹാത്ഭുതമാണ് വയലാർ രാമവർമ്മ. വളരെ വളരെ അടുത്ത ബന്ധം. എൻ്റെ പ്രായമൊന്നുമില്ല, എന്നാൽ പോലും എൻ്റെ വലിയ അമ്മാവനുമായിട്ട്, മൂത്തമ്മാവനുമായിട്ട് അത്ര അടുത്ത ബന്ധം. അടുത്ത ബന്ധമെന്ന് വെച്ചാൽ അവർ ഒരുമിച്ച് ഊണ് കഴിച്ച് ഒരുമിച്ച് ഒരു കട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. നാരായണക്കുറുപ്പെന്നാണ് അമ്മാവൻ്റെ പേര്. അത്ര അടുത്ത ബന്ധമാണ്. വയലാർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ അച്ഛൻ മിലിറ്ററി ഓഫീസറാണ്. ഒരു വണ്ടി, ഒരു ചോങ്കെ മിലിറ്ററി വണ്ടി വന്നു. അപ്പോൾ ആ വണ്ടി നമ്മളെ വിടാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലേക്ക് റോഡില്ല. ഈ വണ്ടി കൊണ്ട് വയലാറിൻ്റെ വീട്ടിലിടാൻ ചെന്നപ്പോൾ MG സോമനും അന്നത്തെ ചേർത്തലയിൽ സർക്കിൾ ഇൻസ്പെക്ടർ അന്നേരം എനിക്കറിയാം, ഇവർ രണ്ടുപേരും ഇരിപ്പുണ്ട്. അവിടെയുണ്ട് വയലാറിൻ്റെ വീട്ടിലുണ്ട്. ഇവന്ന് കുറേ ചീത്ത പറഞ്ഞു. വയലാറിൻ്റെ അമ്മ വന്നു കെട്ടവനെ എനിക്ക് എന്നെ വിളിച്ചു. ഇതെന്തായി ബ്രോ, അവനെ പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. ഇതാ പറഞ്ഞത്, എൻ്റെ അമ്മാനെ കുറിച്ചാണ് പറഞ്ഞത്. കുട്ടനല്ലേ പോയിട്ടുള്ളൂ, ബാക്കിയുള്ളവരുടെ ഉണ്ടല്ലോ. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഞാൻ അമ്മാവനോട് പറഞ്ഞേക്കാം, ഞാൻ അവനോട് പറഞ്ഞേനെ ഇവിടെ ഒരാളുണ്ടെന്ന്. അത്ര സ്നേഹമാണ്, അത്ര അടുപ്പമാണ് തമ്പുരാട്ടിക്ക്. അപ്പോൾ ഈ വയലാറിനെ കുറിച്ച് പറയുമ്പോൾ പകരം വയ്ക്കാനില്ലാത്ത കലാകാരൻ.